ഹായ് ഫ്രണ്ട്സ്, വീട്ടിൽ സാധാരണ ഉണ്ടാവാറുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു സ്നാക്സാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് സ്നാക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിതൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആയിട്ട് ഒന്ന് കോരി മാറ്റാം. അപ്പം ഞാൻ നട്ട്സൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കണേ. ഇനി ഇതിലേക്ക് ഞാനിതാ 4 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. റവ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റവയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. എത്ര സ്നാക്സ് വേണോ അതിനനുസരിച്ച് റവ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ സ്നാക്സ് ദിവസങ്ങളോളം സൂക്ഷിക്കാനൊക്കെ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കൂടുതൽ റവ എടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 4 ഗ്ലാസ് റവ കൊണ്ട് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ 2 ഗ്ലാസ്സൊക്കെ എടുത്താലും മതി. അപ്പം ഞാനിതാ ഇത് റവയൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നെയ്യിൽ കൊടുത്ത ഉടനെ ഇളക്കുന്ന സമയത്തൊക്കെ ഒരു കട്ടയൊക്കെ ആയിട്ട് വരും. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്മൂത്തായി വരും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ട് വേണം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഇതാ ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു തേങ്ങ ചിരവിയത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതാ നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് റവയായിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരും. പഞ്ചസാരയും മെൽറ്റായി ഇങ്ങനെയിട്ട് ഇതുമായിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് കുഴഞ്ഞു വരും കേട്ടോ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങയും പഞ്ചസാരയും റവയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു 4 ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മധുരമൊക്കെ പാകത്തിനുണ്ട്. എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ ലഡു തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ചൂടാറി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് തയ്യാറാക്കിയാലും മതി. അപ്പം ഞാനിതാ പെട്ടെന്ന് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. 1 പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം വെള്ളമൊന്നും ആക്കാതെ കുറച്ച് കട്ടിയിൽ തന്നെ പാൽ തയ്യാറാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഈ റവ ലഡു തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ മുമ്പൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പശുവിൻ പാൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് സാധാരണ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ 1 പാൽ എടുത്താൽ മതി. അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയിൽ തയ്യാറാക്കിയാൽ മാത്രം മതി പാൽ. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് അധികം കൂടുതലൊന്നും ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് ഇത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ബോൾസാക്കി എടുക്കാം. കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്താൽ മതി. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോഴായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് കേടാവാതെ സൂക്ഷിക്കുകയും ചെയ്യാം.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേടായി പോവുകയെന്നില്ല, നമുക്ക് കൂടുതൽ ടേസ്റ്റ് വരിക ചെയ്യുക. 2 ദിവസം കഴിയുമ്പോഴൊക്കെ കൂടുതൽ ടേസ്റ്റ് വരും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാനും വളരെ നല്ലതായിരിക്കും കേട്ടോ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.